ഫ്രണ്ട്സ്, അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ഏരിയയിൽ ഞാൻ എത്രത്തോളം എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വെരിഫൈഡ് PNL ഞാൻ ഈ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യാം. അപ്പോൾ വളരെ മിനിമം ക്യാപിറ്റലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു 20,000 to 30,000 രൂപ മാത്രമേ ഞാൻ ഫയർസിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുള്ളൂ. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതിൻ്റെ ആവശ്യമില്ല. നല്ല അവസരങ്ങൾ വരുമ്പോൾ മാത്രമാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ട്രേഡിംഗ് ക്യാപിറ്റലായിട്ട് കൈ കരുതിയിരിക്കുന്നത് 1,00,000 രൂപയോളമാണ്. അതിൽ ഓൾമോസ്റ്റ് ഒരു 30,000 to 40,000 രൂപ ട്രേഡിംഗ് അക്കൗണ്ട് ഇടും, ബാക്കി എമൗണ്ട് സേവിങ് അക്കൗണ്ടിലായിട്ട് ഇടും. ഓക്കെ, ആ മുഴുവൻ എമൗണ്ടും ഡിപ്ലോയ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബൈയിങ് ആണ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ സൈക്കോളജി ശരിയല്ല, ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ റിവെഞ്ച് ട്രേഡും ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് മോശമായിട്ട് വന്നാൽ എൻ്റെ എമൗണ്ട് കളയാനുള്ള പ്രോബബിലിറ്റി അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു 20,000 to 30,000 അല്ലെങ്കിൽ 40,000 വരെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 ലോട്ട് അല്ലെങ്കിൽ 3 ലോട്ട് വരെ നമുക്ക് മാക്സിമം വാങ്ങാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മണി മാനേജിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻ കേസ് ഒരു ദിവസം മൊത്തം പോയാൽ പോലും എൻ്റെ ക്യാപിറ്റലായ 1 lakh എമൗണ്ട് പോകുന്നില്ലല്ലോ. ഓക്കെ, പക്ഷേ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എനിക്ക് അങ്ങനെ ഒരു ഡേയ്സ് കംപ്ലീറ്റ്ലി വാഷ് ഔട്ടായി പോകേണ്ട വന്നിട്ടില്ല. സോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാപിറ്റൽ വേണമെങ്കിൽ ഒരു 30,000 to 40,000 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഫയർസ് അക്കൗണ്ട്. ഓക്കെ, ഇതിൽ ഓൾറെഡി ഞാൻ ഇന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഫയർസിൽ പോയിട്ട് ഓക്കെ, ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഓക്കെ ഓക്കെ, അതിനകത്തുനിന്ന് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 2025 to 2026 ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രിവ്യൂ കൊടുക്കുമ്പം ഓക്കെ, നമുക്ക് എമൗണ്ടായിട്ട് ഒരു 21 എന്ന് വെച്ചാൽ 22,000 രൂപ. ഓക്കെ, ചെറിയൊരു എമൗണ്ടിൻ്റെ കുറവേ ഉള്ളൂ. 22,000 രൂപ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രം April 1 to March 31, 2026. അപ്പോൾ ഇതിൻ്റെ വെരിഫൈഡ് ലിങ്ക് ഞാൻ ഓൾറെഡി ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഈ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ചെയ്യാം. അപ്പം ഓക്കെ, ഇതാണ് അതിൻ്റെ വെരിഫൈഡ് ലിങ്ക്. ഓക്കെ, ഈ ലിങ്ക് ഞാൻ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എൻ്റെ പൊസിഷൻസ് കണ്ടോ, ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷൻസ് ആണ്. ഓക്കെ, 1-2 ട്രേഡ് മാത്രം അത് ഇൻട്രാഡേ ചെയ്താണ്. ഓക്കെ, ഈ ഇക്വിറ്റി എന്നുള്ളത് അതായത് വളരെ 1-2 ദിവസമേ ഉള്ളൂ. എന്നാലും 99% കോളും പുട്ടുമാണ്. കണ്ടോ, മജോറിറ്റി ഓഫ് ദ ട്രേഡിങ് സെൻസെക്സും നിഫ്റ്റിയാണ്. പിന്നെ ക്രൂഡ് ഓയിലും ഉണ്ട്. ക്രൂഡ് ഓയിൽ അതിന് ഓപ്ഷൻസാണ്. അതായത് 99% ട്രേഡിങ് ഓപ്ഷൻസിൽ നിന്നാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പ്രോഫിറ്റും വന്നേക്കുന്ന ഓപ്ഷൻസിൽ നിന്നാണ്. ഓക്കെ, ടോട്ടൽ PNL റിയലൈസ് കണ്ടോ, മാക്സിമം 14,000 രൂപ വരാനുണ്ട്. ലോസ് ഒരു ദിവസം 8,000 rupees. അത് എനിക്ക് തോന്നുന്നു ഞാൻ BTST എടുത്തത് പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ അത് എൻ്റെ വലിയൊരു ഗ്യാപ്പ് അപ്പായിപ്പോയി. അപ്പോൾ ആ എൻ്റെ എമൗണ്ട് പോയി. അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് ഇത്രയും എമൗണ്ട് പോകത്തില്ലായിരുന്നു. മാക്സിമം ഞാനൊരു 3,000 രൂപയ്ക്ക് 3,500 4,000 രൂപ വരുമ്പോൾ ക്ലോസ് ചെയ്തത്. പക്ഷേ ഇത് പോയത് അതുകൊണ്ട്. അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് അന്ന് ട്രേഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊരു 30,000 രൂപയ്ക്ക് അടുത്ത് വന്നേനെ. പക്ഷേ പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ കണ്ടോ 40,000 30,000 7,000 4,000 എന്ന് പറഞ്ഞ് പിന്നെ ഉള്ളതെല്ലാം ചെറിയ ചെറിയ എമൗണ്ടുകളാണ്. ഓക്കെ, ലോസ് വന്നപ്പോൾ അതിന് ഏകദേശം 1:3-4 റേഞ്ചിലുള്ളതാണ്. ഓക്കെ ഗൈസ്, അപ്പം ചെറിയ എമൗണ്ട് ആണെന്ന് കരുതി കാരണം ലോട്ട് സൈസ് കുറവാണ്. എന്തായാലും പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല 30,000 to 40,000 രൂപയാണ് അക്കൗണ്ട് ഉണ്ടാകുക. അപ്പോൾ ഇത് ഏകദേശം 22,000 രൂപ ഉണ്ട്. ഏകദേശം ഒരു 50% മേളിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാക്കാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ പോയിട്ട് ഞാൻ 10 ലോട്ടോ 20 ലോട്ടോ പോയി ട്രേഡ് ചെയ്യുന്നില്ല. കാരണം ഇതിനകത്ത് ഞാൻ 2-3 ലോട്ടാണ്. അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ മിനിമം 2 ലോട്ടിൽ നിന്ന് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ 4 to 5 ലോട്ട് ആ ഒരു രീതിയിലായിട്ടാണ് പോകുന്നത്. ചാടിക്കറി 10-20 ചെയ്യുന്നില്ല. കാരണം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 24-25 പ്രോഫിറ്റ് ആയതുകൊണ്ട് യാതൊരു ഗ്യാരണ്ടി ഇല്ല 25-26 പ്രോഫിറ്റ് ആകണമെന്ന്. കാരണം ട്രേഡിങ്ങിൻ്റെ പാറ്റേൺ ചാർട്ട് പാറ്റേൺ മാറിയാൽ ചിലപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ആവണമെന്നില്ല. ഓക്കെ, അപ്പം കണ്ടിന്യൂ നമ്മളെ സംബന്ധിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുക, ക്ലോസ് ചെയ്യണം. അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ എങ്ങനെ ആകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പം വളരെ സന്തോഷമുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം അതായത് ഐ വിൽ ഷോ യു മൈ ഓക്കെ 24-25
ഓക്കെ, അതും കൂടെ ഞാൻ ആ ഒരു സമയത്തും കൂടെയാണ് ഞാൻ ട്രേഡ് എടുത്തത്. സോറി, ഓക്കെ അതിലേക്ക് ഓക്കെ 24 ഓക്കെ, അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. ഓക്കെ അന്ന് ഏകദേശം 33,000 ഉണ്ട്. യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, അത് വെച്ച് നോക്കുമ്പം ഈ പ്രാവശ്യം കുറവാണ്. ഓക്കെ, കാരണം നമ്പർ ഓഫ് ട്രേഡ്സ് കുറഞ്ഞു. അത് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതും കംപ്ലീറ്റ്ലി ഇതാണ്. അപ്പോൾ ഇത് ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇയർ ആകട്ടെ കുറച്ചുകൂടെ നല്ല പ്രോഫിറ്റ്. കാരണം ലോട്ട് സൈസ് ഞാൻ കൂട്ടാൻ പോവാണ്. അപ്പം 24-25 കൂടുതൽ ബാങ്ക് നിഫ്റ്റിയിലാണ്. അന്ന് വീക്ക്ലി എക്സ്പയറി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടെ വോളറ്റൈലായിരുന്നു. നിഫ്റ്റിക്ക്, അതായത് ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്ത് കണ്ടോ റോഡ് സൈസ് ക്വാണ്ടിറ്റി ഉണ്ടോ? 45 വരുന്നില്ലല്ലോ. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ബാങ്ക് നിഫ്റ്റി, ഇപ്പം ഞാൻ ബാങ്ക് നിഫ്റ്റി ചെയ്യാറില്ല. കാരണം 1 month എക്സ്പയറി, അപ്പം പ്രീമിയം വളരെ ഹൈ ആണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന 40,000-40,000 പിച്ച് അത് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും ഇച്ചിരി ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് വീക്ക്ലി ആയ നിഫ്റ്റിയിലോട്ട് മാറി. അതാണ് പിടി കിട്ടിയത്. ആ ഒരു വർഷം മൊത്തം ബാങ്ക് നിഫ്റ്റിയിൽ ഫുൾ പവറായിട്ട് വന്നപ്പോൾ നെക്സ്റ്റ് ഇയർ നിഫ്റ്റിയിലോട്ട് വരേണ്ട വന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, കാരണം ബാങ്ക് നിഫ്റ്റി ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് മൊത്തം നഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അത് നിഫ്റ്റിയിലോട്ട് വന്നു. ഇനിയിപ്പോൾ ഇൻ കേസ് സെബി വല്ല റൂളും കൊണ്ടുവന്ന് നിഫ്റ്റിയിൽ എന്തെങ്കിലും വീക്ക്ലി എക്സ്പീരിയൻസ് മാറ്റിയാൽ എൻ്റെ ട്രേഡിങ്ങിനെ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. എങ്കിലും പ്രോഫിറ്റാണ്. ഓക്കെ, ഹാപ്പി. കാരണം 99% ഓഫ് ആൾക്കാർ ലോസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. 25 to 26. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വെരിഫൈഡ് ഈ ഒരു ലിങ്ക് അതിൻ്റെ താഴെ ഇടാം. ഓക്കെ, താങ്ക് യു.